എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഓലനാണ്. അതായത് സദ്യയുടെ ഒരു വിഭവമാണ് ഓലൻ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിൽ ഓലൻ ഉണ്ടാക്കാം. രണ്ട് തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാം. ഒന്ന് കുമ്പളങ്ങയും വൻപയറും, വെള്ളപ്പയർ എന്നൊക്കെ പറയില്ലേ, വൻപയർ ഉപയോഗിച്ചിട്ട് ഓലൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ അല്ലെങ്കിൽ മത്തങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. വൻപയർ ഇല്ലാതെ ഉണ്ടാക്കാം. അത് രണ്ടിനാണെങ്കിലും നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ച് ചേർക്കല്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ഇത് നമുക്കൊരു ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ ഇപ്പം സദ്യ ഒന്നും വേണമെന്നില്ല, സാധാരണ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഒഴിച്ചുകറിയായിട്ട് ഓലൻ വെക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് ഓലൻ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കണം. ഒഴിച്ചുകറി ആകുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് ലൂസായിട്ട് ആക്കിയാലും മതി. അപ്പോൾ എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും കുറച്ച് വൻപയറും ആണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ടിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ അതിനകത്ത്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചാലും മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 100 ഗ്രാംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് വളരെ കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട്, ഇത്തിരി വീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് 1/3 കപ്പ് വൻപയറാണ്. ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നാണ്. അപ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ വേവിക്കണം. പിന്നെ ഇതിനാവശ്യമുള്ളത് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചു വെച്ചിട്ടുണ്ട്. 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം വെള്ളം ഒന്ന് ഒരുമാതിരി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വൻപയർ കഴുകി വെച്ചതിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് കുമ്പളങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് വേവിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. കണ്ടോ, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കുമ്പളങ്ങയും വൻപയറും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ, ഞാനൊരു 1/2 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും വേണ്ട, ഒരു പാൽ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ചെറുതായിട്ടൊന്ന് തിള കയറി വന്നാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തു. ഈ തേങ്ങാപ്പാലായതുകൊണ്ട് ഇരുന്നൊന്ന് കുറുകും. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്.
ഈ ഓലൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു വിഭവമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.